ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ എവിടെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോവാച്ചാ? തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ. അതെ, നമ്മൾ കഴിഞ്ഞ വർഷം പോയ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പോകുമ്പോൾ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ നാളെ മറ്റന്നാളൊന്നും വരത്തില്ല. എന്തായാലും പൊങ്കാല കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളായിരിക്കും. കാരണം ഞങ്ങൾ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് ഇടണ്ടേ, കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നത് പൊങ്കാല കഴിഞ്ഞിട്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഇത്രയും ദിവസം നമുക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഈ 6-ാം തീയതി മാർച്ച് 6-ന് മെയിൻ പരീക്ഷയൊക്കെ തുടങ്ങുവാണ്. 3-ാം തീയതിയാണ് പൊങ്കാല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ 2-ാം തീയതി ഇന്ന് 2-ാം തീയതിയാണ്. നമ്മൾ ഉച്ചക്ക് മുമ്പാട് ചെല്ലും. ഒരു വീട്ടിലാട്ട് ഇപ്രാവശ്യം ഹോട്ടൽ കിട്ടിയില്ല. നമ്മളവിടെ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ വർഷം വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ജനുവരി ഒക്കെ ആകുമ്പോൾ വിളിച്ചാൽ മതി. നമ്മൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ ബുക്കിംഗ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഓർത്ത് ജനുവരി ആകുമ്പോൾ വിളിച്ചാൽ മതി, വെറുതെ ഇതിനെ വിളിക്കാൻ ഓർത്ത് വിളിച്ചപ്പോൾ എല്ലാം ബുക്കിംഗ് ആയി. ഒരു ഹോട്ടലും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഒരു റൂമിന് തന്നെ 10,000-ന് മുകളിലാണ്. അത്ര നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വീടായിട്ടാണെന്നോ എനിക്കറിയാൻ പാടില്ല. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം. ഇപ്പം ഇവിടെ അമ്പലത്തിലെ ഉത്സവമാണ് ഞങ്ങളുടെ ഇവിടുത്തെ. അപ്പോൾ അവിടെ ഷോമ്മയും അമ്മയും കൂടി ഇട്ട് തൊഴാൻ പോയിക്കോണം. ഞങ്ങൾ പോയി അച്ചിച്ചിരിപ്പുണ്ട്, ചേട്ടായി. ഞങ്ങൾക്ക് ശനിയാഴ്ച ഇവിടെ ഈ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കളിച്ചെല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ വരട്ടെ, എന്നൊക്കെ പോവാം. നമ്മളതേ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് നമ്മൾ വന്നിട്ടൊന്ന് 2-3 മണിക്കൂറായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്ന് ചോറൊക്കെ കഴിച്ചപ്പോൾ അതേ നമ്മളിവിടെ കലവും പട്ടി താഴെ ഇട്ട ബിസ്ക്കറ്റൊക്കെ നമ്മൾ മൈക്ക് എടുക്കാൻ പോകുന്നത് കഴിച്ചാൽ വണ്ടിയുടെ മൈക്ക്. അപ്പോൾ എന്തായാലും ഇച്ചിരി ഒച്ചയ്ക്ക് പ്രശ്നമുണ്ടാകും. എന്തായാലും നമ്മളിപ്പോൾ അടുപ്പും നമ്മൾ വേണ്ട സൗണ്ടായിരിക്കും. അടുപ്പും നമുക്ക് ചെക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും സ്ഥലവും തവിയും കുറേ സംഭവങ്ങൾ ചെയ്യാത്തങ്ങളെ മേടിക്കാനുണ്ട്. പലർക്കും മേടിക്കാനും അവിടെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും മൈക്ക് എടുക്കാൻ പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഭയങ്കര ഒച്ചയായിരുന്നു. എന്തായാലും ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ടാണല്ലോ. എന്തായാലും നമ്മൾ ഹോട്ടലിൽ കിട്ടിയില്ല ഇപ്പം പറഞ്ഞില്ലേ. അപ്പോൾ നേരത്തെ ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്കൊരു വീടാണ്. എന്തായാലും ഇപ്പോൾ പോയി മേടിച്ചിട്ടുള്ള സ്ഥലവും ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കലം മേടിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കല്ല് പിടിച്ചിടാന്ന് ഓർത്തു കേട്ടോ. ഇല്ലെങ്കിൽ നാളെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിൽക്കുന്ന ചേട്ടൻ്റെ ഒരു ചേട്ടൻ്റെ അവിടെ നിൽപ്പുണ്ട്. ആ ചേട്ടൻ്റെ എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പിടിച്ചിട്ടോളാൻ പറഞ്ഞു. നാളെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കുകയായിരുന്നു കേട്ടോ പറഞ്ഞ്. ഞങ്ങൾ നേരെ നിൽക്കുന്ന ഒരു മാവിൻ്റെ താഴത്താണ്. അവിടെ നിറച്ചും മാങ്ങയുണ്ട്. പക്ഷേ കുറേ എന്തൊക്കെയോ അണ്ണാനാന്ന് തോന്നുന്നു. കുറേ കടിച്ച് നിലത്തൊക്കെ പറിച്ചും കുറേ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പറിക്കണമെന്നാണ് ഓർത്തത്, പക്ഷേ പറിച്ചില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ കല്ലിൽ പേരൊക്കെ എഴുതി വെച്ചു കേട്ടോ. എന്നാന്ന് വെച്ചാൽ ആൾക്കാർ വന്ന് കല്ല് പിടിച്ചുകൊണ്ട് പോവും. അപ്പോൾ നമുക്ക് കിട്ടൂല. കുറേ വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. അത് ഞാൻ പൊങ്കാല ഇടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ പിന്നെ കലം മേടിക്കാൻ പോയി. അമ്മയുടെ ഷോമ്മയുടെ നേരത്തെ മേടിച്ചു, പക്ഷെ എനിക്ക് പറ്റിയ കലം കിട്ടിയില്ല. ചെറിയ കലം. ഞാൻ വെള്ളപ്പൊങ്കാലയാണ് ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റിയ കലം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളതേ വേറൊരു സ്ഥലത്ത് വന്ന് കലമൊക്കെ മേടിച്ചു. പിന്നെ ഇത് ഞങ്ങൾ കലമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പൊങ്കാല ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ചൂട്ടൊക്കെ എടുത്ത് വെച്ചേക്കോട്ടെ. ഇനി നമുക്ക് പൊങ്കാല തീയിലോട്ട് വരുമ്പോൾ ഓരോരുത്തരെങ്കിലും കൊടുക്കും. നമ്മൾ എടുത്ത് വെച്ചു. എന്തായാലും നമ്മൾ ഭയങ്കര തിരക്കിലാണ്. കഴിഞ്ഞ ഇത്രയും തിരക്കിലായിരുന്നു. കാരണം നമ്മൾ ഹോട്ടലിലായിരുന്നല്ലോ, അവിടെ മുന്നിലായിരുന്നു. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ 3 നേരം കലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങൾ ഈ 3 കലം, അവിടെ 5 കലം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു. ആരും ഇല്ലല്ലോ. നമുക്ക് നോക്കി 5 പേര് കലയിട്ടുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിറച്ച ആൾക്കാരാണ് ഇവിടെ. എന്തായാലും ഞാൻ തീ ക്ലാസ്സിൽ വരുവാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഗൈസ് ഇപ്പം നോക്കിയേ, ഞങ്ങൾ കണ്ട ഒരു സ്ഥലമല്ല കേട്ടോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഇവിടെ ആണെങ്കിൽ ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഞാനും അമ്മയും ഇതേ അവസാനം അവിടെ ഇരുന്നിട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഞാൻ മാങ്ങ കാണിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടായി അവിടെ അടുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാൻ കാണിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഗണപതി പ്രസാദമൊക്കെ വെച്ച് നേരത്തെ തന്നെ റെഡിയായി ഇരിക്കുവാണ്, ആ തീ കൊളുത്തി വരണ്ടേ. പിന്നെ ഗൈസ് ഞങ്ങളുടെ അടുത്ത് നിന്ന ഒരു അമ്മൂമ്മ ആൻറ്റിയും കൂടി ഭയങ്കര വഴക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റി വെച്ച അടുപ്പ് 2-3 അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരടുപ്പ് അമ്മൂമ്മയുടെ ആണെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ലാസ്റ്റ് ആൻറ്റി പറഞ്ഞ് അമ്മൂമ്മനെ ഇട്ടോ, ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ അമ്മൂമ്മയുടെ അടുപ്പാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊങ്കാല തുടങ്ങിയപ്പം വെള്ളം വെച്ച് അങ്ങ് ചോരാൻ തുടങ്ങിയിട്ട് അടുപ്പ് കെട്ടുപോയി. അവസാനം വേറെ ഒരു വലിയ കലത്തിൽ പൊങ്കാല ഇട്ടു കേട്ടോ. അപ്പോൾ ദേവിക്ക് നേരത്തെ ഒരു വലിയ കലം മേടിച്ചിട്ട് അമ്മൂമ്മ പറഞ്ഞ് ചെറിയ കലം മതി, ഇത്രയും വലിയതിൽ എന്തിടാനാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചാണ്. എന്നിട്ട് ആ വലുത് തന്നെ എടുക്കേണ്ടി വന്നു. അതോടെ എനിക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി, ഇത്രയും ഒരു ദൈവം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ തക്കമായ ശിക്ഷ അമ്മൂമ്മക്ക് കിട്ടി. അങ്ങനെ പറയരുതായിരുന്നു അടുപ്പ് ഞങ്ങൾക്ക് വേണമെന്ന്, അങ്ങ് മാറി നിന്നാൽ മതിയായിരുന്നു. എന്തായാലും അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയൊക്കെ കുറേ വിശ്വാസം എനിക്ക് വന്നു. പിന്നെ ഗൈസ് എൻ്റെ അടുപ്പിൽ ഞങ്ങളെല്ലാവരും തീയൊക്കെ കൊളുത്തി വന്ന് തീയൊക്കെ വെച്ചു. ദേ ഇപ്പം നോക്ക്, അയ്യോ എല്ലാവരും കരയുവാണ്, നിന്ന് കരയുവാന്നേ തോന്നുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പുകയിൽ നിന്ന് പുകഞ്ഞു പോവുകയായിരുന്നു ഗൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ആണെങ്കിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥയാണ്. ചേട്ടായി ചിലപ്പോഴെങ്കിൽ വീഡിയോ എടുത്തിട്ട് പോകാമെന്നൊക്കെ ഓർത്ത് കാണും, പക്ഷേ പോകാൻ വേണ്ടി 4 സൈഡിലും തീയായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ അരി കഴുകിയിട്ട് അരി ഇടാനുള്ള പരിപാടിയാണ്. എന്തായാലും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നിന്നേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയെങ്കിലും പൊങ്കാല ഇട്ടിട്ട് ഇറങ്ങി ഓടണമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രക്കും പുകയായിപ്പോയി. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടണില്ല, എന്നൊക്കെ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ തന്ന് കുടിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇത് അരിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനാണ് ആദ്യം ഇട്ടത്. പിന്നെ പ്രത്യേകിച്ച് എന്താ ഞാൻ പറയണത്, പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ പൊങ്കാലക്ക് മുമ്പ് ഈ ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് വലിയ സാരി കൊടുത്ത് ഭയങ്കര ഇതിൽ പോവരുത്. ജസ്റ്റ് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാമെന്ന് ഞാൻ പറയുന്നു. പിന്നെ പട്ടുപാടയൊക്കെ തയ്ക്കും മാക്സിമം എല്ലാവരും വിരിഞ്ഞ് കിടക്കണ പോലെയൊക്കെ തയ്ക്കുള്ളൂ. അത് വിരിഞ്ഞ് കിടന്നോട്ടെ. ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നുണ്ടോ ഇതേമാതിരി ചുരുട്ടി കയറ്റിയൊക്കെ വെക്കേണ്ടി വരും. എന്നാന്ന് വെച്ചാൽ എവിടുന്നെങ്കിലുമൊക്കെ ഞങ്ങളുടെ പുറകിലും മുമ്പിലും സൈഡിലൊക്കെ 4 ചുറ്റും അടുപ്പായിരുന്നു. അപ്പം തീ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് എൻ്റെ ആദ്യമേ തിളച്ച് പൊങ്ങി, ഞങ്ങളിതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ആരുടെയോ പൊങ്കാല അടുപ്പിൽ നിന്ന് ഉടുപ്പിലോട്ട് തീ പിടിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയൊക്കെ വന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൊങ്കാല ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും മുണ്ടൊക്കെ കെട്ടി അതിലോട്ട് നിൽക്കുവാണ് കേട്ടോ. എന്തായാലും ദേ ഇപ്പം ഞാനാണെങ്കിൽ പഞ്ചസാരയൊക്കെ ഒരു കൈയും കണക്കുമില്ലാതെ ഇടുവാണ്. എൻ്റെ ഇഷ്ടത്തിനാട്ടോ ഞാൻ ചെയ്തത്, അല്ലാതെ അളവ് വെച്ച് നമ്മളങ്ങനെ ഇടാറില്ല. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇടുന്നത്. പഞ്ചസാര ഒന്നിട്ടിട്ട് എനിക്ക് പോരാതെ വന്നപ്പോൾ ഞാൻ പിന്നെ ഇട്ടു. ശോമയുടെ പിന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലൊഴിക്കൂല, വെള്ളപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ സാധാരണ കൽക്കണ്ടായിരിക്കാം എല്ലാവരും ഇടുന്നത്, പക്ഷേ ഞാൻ കൽക്കണ്ടം ഇടും, പഞ്ചസാര ഇടും, തേനും ഒഴിക്കും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഈ തേൻ ഒഴിച്ചാൽ വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത്രയും നാളും ഉണ്ടാക്കിയത് തേൻ ഒഴിച്ചാണ്. ഇതുവരെ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതിൽ നിന്ന്. അപ്പോൾ തേനൊഴിക്കുന്നത് തെറ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ചിലപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലോട്ട് തേനൊഴിച്ചാൽ ചിലപ്പോൾ വിഷമാവുമായിരിക്കും. എന്തായാലും ഞാൻ തിളച്ച് കഴിഞ്ഞ് ആറുന്ന ഒരു സമയത്താണ് തേനൊഴിക്കാറ്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് കരയുവാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണെന്ന്. എനിക്കാണെങ്കിൽ മൂക്കൊക്കെ പൊട്ടി അവസാനം. കാരണം ഈ പുക അങ്ങോട്ട് എരിവുള്ള പോലത്തെ ഒരു പുകയാണ്. കാരണം ഈ അടുപ്പിൽ നിന്ന് വരുന്നൊരു പുക, അതിനാണെങ്കിൽ പൊടിയൊക്കെ കൂടി പറന്നല്ലേ പറഞ്ഞത്. ഇത്രയും ഒരു 500 പേരിൽ കൂടുതലും ഉണ്ടാവും അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രക്കും തിരക്കി നിന്നാണ് ഞങ്ങൾ ഇട്ടത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തിരക്കി നിന്നത് പൊങ്കാല ഇടുന്നത്. എൻ്റെ പൊന്നോ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് മനസ്സിലായില്ല പറഞ്ഞത്, അനുഭവിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ മൂക്ക് നീറിയിട്ടൊരു രക്ഷയില്ല. അയ്യോ ഒരവസ്ഥ അതൊക്കെ പറഞ്ഞാലേ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കശുവണ്ടി ഇട്ടു, മുന്തിരി ഇട്ടു,
അങ്ങനെ കുറേ സംഭവം ഇട്ട്. പക്ഷെ ഒരു സുഖമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഈ തേങ്ങ പൊട്ടിയ നല്ലതായിരിക്കും എന്നൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു വിശ്വാസിയായി പോയി. പക്ഷെ നമുക്ക് വിശ്വാസം ആവരുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര വിശ്വാസിയാണ്. തേങ്ങ പൊട്ടിയ ഗണപതി വന്നു, ഇഷ്ടപ്പെട്ടു, കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ പഴം അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊട്ടുന്നത് സാധാരണയായിട്ടും ഈ വെയിലത്ത് നിന്നിടും. ഒന്നാമത് ചൂട്, പിന്നെ വെയിൽ, പിന്നെ അടുപ്പിൻ്റെ സൈഡിലും കൂടിയാണ് തേങ്ങ ഇരിക്കുന്നത്. പിന്നെ അത് പൊട്ടത്തില്ലേ ഗൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെയൊക്കെ ആദ്യമേ പൊട്ടി കേട്ടോ തേങ്ങ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുപ്പിൻ്റെ സൈഡിലാണ് തേങ്ങ ഇരിക്കുന്നത്. അപ്പോൾ ചൂട് കൊണ്ട് പൊട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ അല്ല, അതുമല്ല ദൈവികമായി ഗണപതി വന്ന് പായസം കഴിച്ചു എന്നെല്ലാം ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊന്ന് പറഞ്ഞു തന്നോട്ടെ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഉടുപ്പും തന്നെ എൻ്റെ അമ്മ തയ്ച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്തിരി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. എൻ്റെ ഉടുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഞാൻ നേരത്തെ ഇട്ടത് ഒരു കരിനീല കളറിലൊരു കഫ്താൻ മോഡലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ പോകുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കഫ്താൻ തന്നെ ഒരു റെഡ് കളറ് ഡിസൈനുള്ള ഒരു കഫ്താനാണ് ഇട്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ തേൻ ഒഴിക്കുവാണ്. നിങ്ങൾ തീ നോക്കിയാൽ മനസ്സിലാവും. തീയൊക്കെ കെട്ട് അവസാനമാണ് ഞാൻ തേൻ ഒഴിച്ചത്. കണ്ടോ, അതെ, ശോമ നെയ്യ് ഒഴിച്ചവിടെ റെഡിയാവുന്നേ ഉള്ളൂ. എൻ്റെ പായസം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതിൽ നിൽക്കുവാണ്. കാരണം എൻ്റെ പൊന്നോ, ഞാൻ ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് മണ്ടപ്പുറ്റും തിരലൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കത് തീയിൽ വെച്ചാൽ മതി, പുഴുങ്ങിയെടുത്താൽ മതി. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഓടണമെന്നുള്ള രീതിക്ക്. അപ്പോൾ അമ്മ അത് സൈഡിൽ ഇരിപ്പുണ്ട്. അമ്മയുടെ പായസം കഴിഞ്ഞ് അമ്മ അത് വെക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വീട്ടിലോട്ട് പോയി. ആ വീട്ടിലാണ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വന്ന ആ വീടിൻ്റെ നേരെ ഇവിടെ വണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡിലേക്ക് മാവ്, അത് കർപ്പൂരമാവാന്നാണ് അമ്മ പറഞ്ഞത്. അതിൽ കർപ്പൂരമാങ്ങ കർപ്പൂരമാങ്ങയല്ലേ എന്നായാലും ഒരു മാങ്ങയെന്ന് എനിക്കറിയാം. ഗൈസ്, എന്തായാലും മാങ്ങയാണ്. നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഇതിന്റെ കറക്റ്റ് പേര്. ഞങ്ങളിപ്പോ കർപ്പൂര മാങ്ങയൊക്കെ എടുത്തിട്ട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ല വലിപ്പമുണ്ടല്ലോ. ഇനിയിപ്പോ നോക്കിന്നിട്ട് കാര്യമില്ല, പറിക്കാൻ പറ്റില്ല നമുക്ക്. എന്തായാലും ഇനി ഇപ്പൊ നമ്മള് പൊങ്കാലിട്ട് കഴിഞ്ഞ് ഇനി തളിക്കാൻ പോയി. അപ്പത്തേക്ക് നമ്മള് അവിടെ ചെല്ലണം. അപ്പൊ ഇപ്പൊ എത്ര മണിയായി? 1 മണി ആയിട്ടുണ്ട്. എന്തായാലും നോക്കി പോവാം. അപ്പോൾ ഗൈസ് അവിടെയാണ് തളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും തന്നെ തളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറയിലോട്ടൊക്കെ പോയോന്നറിയില്ല. എന്തായാലും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കടന്നു പോയി എങ്ങനെയൊക്കെയോ. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളാണ്. എന്തായാലും നമ്മൾ ആ ഓരോരോ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. കണ്ടില്ല നമ്മുടെ ലുലു മാൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഞങ്ങളെന്തായാലും ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. പക്ഷേ പോലീസുകാർ ഞങ്ങൾ ഇപ്പുറത്തെ വഴി കൂടി കയറ്റി വിട്ട കാരണം ഞങ്ങളെ പെട്ടുപോയി ഗൈസ്. എന്തായാലും പെട്ടെന്ന് തന്നെ ചെന്നു കേട്ടോ. എന്തായാലും ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നിട്ട് തിരിച്ച് വീണ്ടും കഷ്ടപ്പെട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയി. അതിൽ കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2026 പൊങ്കാല അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നല്ല സന്തോഷമായിട്ട് തിരിച്ചു വന്ന്. ഇപ്രാവശ്യം ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും പോയിട്ട് ഞങ്ങൾ ഇത്രയും പുകേണ്ട അകത്ത് നിന്ന് പൊങ്കാല ഇട്ടിട്ടില്ല. നിങ്ങൾ ഇനി വീഡിയോയുടെ ആദ്യമൊക്കെ കണ്ട് കാണുമായിരിക്കും. ഞാൻ നിന്ന് കരയുമെന്ന് തോന്നും. പക്ഷെ ഈ പുക അടിച്ചിട്ട് എൻ്റെ മൂക്ക് 2 പൊട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മൊത്തം എനിക്ക് കൈ ഇട്ടിട്ട് വേദന എടുക്കുമായിരുന്നു. തോർത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ എരിയുമായിരുന്നു. ഇത്രയും പുകയുടെ നടുക്ക് എന്നിട്ട് പെട്ടുപോയി ഗൈസ്. എന്തായാലും അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും ഈ വർഷത്തെ പൊങ്കാല അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഞാൻ പൊങ്കാലാശംസകളൊക്കെ നേർന്നാലും. അപ്പോൾ ആരൊക്കെ പൊങ്കാല ഇട്ടെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇടാനുള്ളവർ നമുക്ക് അടുത്ത വർഷം പോകാം കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇടത്തുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. ബൈ.